നമസ്കാരം. ഇന്ന് ഓണമാണ്, തിരുവോണാശംസകൾ. അപ്പോൾ ഇന്ന് നമുക്ക് ആകാശത്തേക്ക് നോക്കിയാലോ. പലരും കുറച്ചാളായിട്ട് എൻ്റെ സ്റ്റാറ്റസും വീഡിയോയും മറ്റുമൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഈ സംവിധാനം ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നത് എന്നുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ സാമാന്യം വെട്ടം കുറഞ്ഞു വരുന്നു, സമയം ഏതാണ്ട് 6 മണി കഴിഞ്ഞു, 6 മണി ആവുന്നു. അപ്പോൾ ചന്ദ്രൻ അവിടെ മുകളിൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെയാണെന്ന് തോന്നുന്നത് എടുക്കാൻ പറ്റിയൊരു ദിവസം. അപ്പോൾ വളരെ ബേസിക് ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ ഓരോരോ ദിവസം ഓരോ ഇൻഫർമേഷൻ വെച്ച് ആഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇത് ഒരു ന്യൂട്ടോണിയൻ ടെലിസ്കോപ്പാണ്. ന്യൂട്ടോൺ ടെലിസ്കോപ്പിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മിററാണ് കാണുന്നത്, ലെൻസ് അല്ല. കണ്ടോ, ഇവിടെ ഹോളും ഈ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിററാണ് കാണുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന ലൈറ്റ് മിററിലൂടെ തട്ടി ഏതാണ്ട് ഇവിടെ ആയിട്ട് നടുക്ക് ഒരു 45 ഡിഗ്രി മിററുണ്ട്. അപ്പോൾ അതിൽ കൂടെ തട്ടി ഈ ഒരു സർഫസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സാമാന്യ സംശയം തോന്നി ഇതെന്താണ് സംവിധാനം എന്നുള്ളത്. അപ്പോൾ അതിലേക്കും കൂടെ വരാം. ഞാനിതൊന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ലൈറ്റ് ഈ നമ്മുടെ ബാക്കിൽ കാണുന്ന കുഴിഞ്ഞിരിക്കുന്ന കോൺകേവ് ആയിട്ടുള്ള മിററിൽ തട്ടിയിട്ട് നേരെ ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇതിലോട്ടാണ് കാണുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ പല ഡിഫറെൻറ്റ് ഐ പീസസ് ഉണ്ട് വെച്ച് നോക്കാനുള്ള. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വട്ടം തീരെ ചെറുതും ഇതിൻ്റെ വട്ടം കുറച്ചുകൂടെ വലുതുമാണെന്ന് മനസ്സിലാക്കാം, ഈ ലെൻസ് ഇരിക്കുന്നതിൻ്റെ. കണ്ടോ, അപ്പോൾ ഇത് 20 മില്ലിമീറ്റേഴ്സാണ്, ഇത് 4 മില്ലിമീറ്റേഴ്സാണ്. അപ്പോൾ 4 മില്ലിമീറ്റേഴ്സ് 20 മില്ലിമീറ്റേഴ്സിനെക്കാളും കുറേ കൂടെ സൂംഡ് ആയിട്ടായിരിക്കും കാണുക. അതിന് റീസൺ ഉണ്ട്. ഞാൻ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു 700 മില്ലിമീറ്ററിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസാണ്. അപ്പോൾ ഇത് 20 ആണ്. അപ്പോൾ 700/20 ആയിരിക്കും ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ. ഇത് 4 മില്ലിമീറ്റേഴ്സാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 20/4 ആയിരിക്കും ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ മുകളിലുള്ള കുഞ്ഞ് സ്കോപ്പ് എന്താണെന്നുള്ളത് പറയാം. ഇപ്പോൾ ചന്ദ്രനെ കാണണമെങ്കിൽ ഈ സ്കൈ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ട്യൂബിൻ്റെ ഒരു അല്പം മൂവ് ചെയ്താൽ തന്നെ ദൂരെയുള്ള പോയിൻറ്റ് ഒരുപാട് മൂവ് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തുറക്കുന്ന ഗേറ്റിൻ്റെ കതവിൻ്റെ ഉദാഹരണം എടുക്കാം. കതവിൻ്റെ അഗ്രഭാഗത്തോട്ട് പോകുന്തോറും കതവിൻ്റെ ടോട്ടൽ മൂവ്മെൻറ്റ് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് പോലെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ആകാശത്ത് കാണുന്ന ഒരു വളരെ പ്രകാശമുള്ളൊരു ചന്ദ്രൻ പോലുള്ളൊരു വസ്തുവാണെങ്കിൽ പോലും നമുക്കതിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെയധികം പ്രയാസം ആണ് നമുക്ക്. എസ്പെഷ്യലി ചെറിയ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ട്, ഈ ജൂപ്പിറ്റർ, സാറ്റേൺ. അപ്പോൾ അതൊക്കെ ഒരു പൊട്ട് പോലെ നമുക്ക് കണ്ണുകൊണ്ട് കാണുള്ളൂ. അത് ഇതിനകത്തൂടെ കാണുക എന്നുള്ളത് വളരെയധികം ദുർഘടമാണ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഫൈൻഡർ സ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഫൈൻഡർ സ്കോപ്പിലൂടെ നോക്കി, ഫൈൻഡർ സ്കോപ്പ് ഒരുപാട് മാഗ്നിഫൈ ചെയ്യില്ല, പക്ഷേ ആ വസ്തു എവിടെയാണെന്നുള്ള കേന്ദ്രീകരിക്കാൻ പറ്റും. ഫൈൻഡർ സ്കോപ്പിനകത്തോടുള്ളൊരു വ്യൂ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ടെലിസ്കോപ്പ് നമ്മൾ മൗണ്ട് ചെയ്യും, 3 കാല് ബാലൻസ്ഡ് ആയിട്ട് വെക്കും. നമുക്ക് വേണ്ട ഐ പീസ് വെക്കും. നമ്മൾ കുറച്ച് വൈഡായിട്ടുള്ള ഐ പീസ്, അതായത് നമുക്ക് ഒരുപാട് സൂം ആവാത്തൊരു ഐ പീസ് ആദ്യം വെക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാണ് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫൈൻഡർ സ്കോപ്പിനെ കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അതായത് നമ്മൾ മൂന്നെയോ അല്ലെങ്കിൽ നമുക്ക് ദൂരെ കാണാൻ പറ്റുന്ന ഏതൊരു വസ്തുവിനെ ഇതിലൂടെ നോക്കി നമ്മൾ കണ്ട്, ഒരു തെങ്ങിൻ്റെ ദൂരമുള്ള തേങ്ങയായാലും മതി, വളരെ ദൂരെ ആയിരിക്കണം എന്നേ ഉള്ളൂ. എന്നിട്ട് ആ വസ്തു ഇതിലൂടെ കണ്ട് തിട്ടപ്പെടുത്തിയതിന് ശേഷം അതേ വസ്തു ഇതിനകത്തൊരു ക്രോസ് ഹെയർ ഉണ്ട്, ഒരു പ്ലസ് ഷേപ്പിലെ ക്രോസ് ഹെയറിൻ്റെ നടുക്ക് വരുന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നീട് ഇത് കാലിബ്രേറ്റഡ് ആണ്. പിന്നീട് നമുക്ക് ആകാശത്തേക്ക് ഇത് വെച്ച ഒരു വസ്തുവിനെ കണ്ടുപിടിക്കാം. ഫൈൻഡർ സ്കോപ്പ് എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഇതിലൂടെ നോക്കുമ്പോൾ അതിനോട് വളരെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും ആ വസ്തു എന്നുള്ളത് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു വളരെ ബെയർ ഇൻട്രൊഡക്ഷൻ.